നമസ്കാരം. സാധാരണ ജനങ്ങളുടെ അഭയ കേന്ദ്രങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ചികിത്സാ പിഴവിന്റെയും അനാസ്ഥയുടെയും വിവരങ്ങളാണ്. ഇത് പരിശോധിക്കാനാണ് ഇന്ന് IBN മലയാളം വണ്ടാനം മെഡിക്കൽ കോളേജിലൂടെ യാത്ര നടത്തുന്നത്. തീരദേശ ജനതയടക്കം മധ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരാതികളുടെ പ്രവാഹം തന്നെയാണ് ഈ ആശുപത്രിക്കെതിരെ എത്തുന്നത്. അതിൽ പ്രധാനം ആശുപത്രി കവാടത്തിനകത്തേക്ക് കയറുന്ന ഈ റോഡിൻ്റെതാണ്. കയറുമ്പോൾ തന്നെ ആളുകളുടെ നടുവടിക്കുന്ന യാത്രയാണ് ഈ റോഡിലൂടെയുള്ളത്. അത്യാസന്ന നിലയിലുള്ള രോഗികളെയും കൊണ്ടുവരുന്ന ആംബുലൻസുകളടക്കം ഈ റോഡിലെ കുഴികളിൽ വീഴുക പതിവാണ്. ഗർഭിണികളടക്കം യാത്ര ചെയ്യുന്ന ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. ഈ സ്ഥലത്ത് യാത്രക്കാർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുക നിത്യകാഴ്ചയാണെന്ന് ആളുകൾ പങ്കുവെക്കുന്നു. നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളോളമായി ഇത്ര മെയിൻ്റെനൻസ് പോലും ചെയ്തിട്ട്, എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ MLA ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അവിടെ ഇവിടെ നിന്ന് കുറേ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ എത്രത്തോളം ബുദ്ധിമുട്ടൊരു എല്ലാ ദിവസവും എൻ്റെ ഒരു 10 ബൈക്കുകാരെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും മറിഞ്ഞു വീട്ടിലെ പരിപാടിയുള്ളൂ. കാരണം ആംബുലൻസ് പോലും വന്നു വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളെ കൊണ്ടുവരാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പോലും KSRTC ബസ്സാണെങ്കിൽ ഹൈവേ കൂടി ഓടുന്ന പോലെ നേരെ ഇതിലേക്ക് കയറിപ്പോന്നു. അവർക്കൊന്നും നോക്കേണ്ട വലിയ വാഹനങ്ങളാണ്. പക്ഷേ ചെറിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതും. അതേപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ രോഗികൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളിപ്പോൾ ഓട്ടോറിക്ഷക്കാരാണ്. അത് നമ്മളിവിടെ സൂപ്രണ്ടിൻ്റെ ആയാലും മറ്റുള്ള മേലധികാരികളും എല്ലാവരുടെ അടുത്തും ഇതിനെപ്പറ്റിയുള്ള കംപ്ലൈൻറ്റുകൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു പല ചാനലുകളിൽ പോലും ഇതിലെ വരുമ്പോൾ പോലും ഫോട്ടോസ് ആയത് എടുത്ത് അവർക്ക് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് പോലും ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. സൂപ്രണ്ടിനെയൊക്കെ അറിയിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? അവരുടെ സൂപ്രണ്ടിന് ഒറ്റയ്ക്ക് ഇതിനെ തീരുമാനം എടുക്കേണ്ടതല്ല. ഹോസ്പിറ്റൽ വികസന സമിതി ഉൾപ്പെടെയുള്ളത് നമ്മുടെ MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ്. പക്ഷെ ഇവരെല്ലാം പൊതുപ്രവർത്തകരായെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ വികസന സംബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ആരും തന്നെ മുൻകൈ എടുക്കുന്നില്ലെന്ന് വേണം പറയാം. MLA വീട് നമ്മുടെ ഹോസ്പിറ്റലിന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. MLA 24 മണിക്കൂറും പാസ് ചെയ്യുന്ന റോഡ് കൂടിയത്. MLA ഒരാൾ വിചാരിച്ചാൽ, വേറെ ഒരു വ്യക്തി വിചാരിക്കണം, MLA ഒരാൾ വിചാരിച്ചാൽ മതി ഈ റോഡ് വ്യക്തിയാക്കുക. ഹോസ്പിറ്റൽ വികസന സമിതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. കാരണം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന നമ്പർ 1 ഹോസ്പിറ്റലുള്ള ഒന്നാണ് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അതിന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് MLA എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സലാം സാറിൻ്റെ വീട് തന്നെ. ഇവിടെ ആംബുലൻസ് പോകുന്നതൊക്കെ വളരെ, അതുപോലെ തന്നെ ഈ ഗർഭിണികളും മറ്റ് രോഗികളും ക്യാൻസർ രോഗികളും പിന്നെ ഈ കീമോ ചെയ്യാനും പിന്നെ മറ്റേ ഡയാലിസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടി അതിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെ റോഡ് പൊളിക്കാനെന്ന് പറഞ്ഞ ആ പേരിലാണ് ഇതിട്ടിരിക്കുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ്. അതുപോലെ അകത്ത് ഈ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു ആൾക്കാർ വെയിലും കൊണ്ട് അവിടെ ബസ് യാത്രയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു തെക്കുന്ന് വടക്കുന്ന് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് രോഗികൾ. അതിന് അവർക്കൊരു പിന്നെ ഒരു നിൽക്കാനൊരു മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർ ലഗേജുമായിട്ട് ഈ റോഡിൽ നിൽപ്പാം. അതിന് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ബിൽഡിങ് ആവശ്യത്തിന് കൂടുതൽ ഇവിടെ ഉണ്ട്. പക്ഷേ റോഡ് ശോചനീയാവസ്ഥയാണ്. ഞങ്ങളും വലിയ പാടുപെട്ട ഇതിലെ ഗർഭിണികളെയും പിന്നെ അല്ലാത്ത രോഗികളെ ഈ ഡയാലിസിസ് സെൻ്ററിലോട്ട് പോകുന്ന വഴി തന്നെ വളരെ കുഴിയാണ്. ഇങ്ങനെ കട്ടറയിൽ വീണാണ് പോകുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? MLA വീട് വളരെ അടുത്താണ്. വളരെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിന് ഒന്നും മുൻകൈ എടുക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ബസ് പേ അവിടെ അതിൻ്റെ അകത്ത് ആവശ്യം ഒരു കൂടാരം പോലെ ഒരുപാട് പേര് വെയിലും മഴയും മഴയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം പിന്നെ നമ്മൾ പറയാനേ ഇവിടെ വരുന്ന യാത്രക്കാർ മൊത്തവും പുറത്തെ മതിൽ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സൈഡിലും മൂലക്കൊക്കെ ആയിട്ട് മൂത്രമൊഴിച്ച് മൊത്തം പണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ വയ്യ. അതുപോലെ ഈ വടക്കോട്ടിറങ്ങുന്ന റോഡും വളരെ ശോചനീയാവസ്ഥയാണ്. ഒരു വിധത്തിലും ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഇതിൽ പാസ് ചെയ്യുന്ന സ്കൂളിലോട്ട്. ആശുപത്രിയിലെ ഫാർമസിയിൽ വൻ തിരക്കാണ്. പക്ഷേ മരുന്നില്ലെന്ന് മാത്രം. 4 മരുന്നുകൾ എഴുതി നൽകിയാൽ ഒരുപക്ഷെ കിട്ടുന്നത് 2 എണ്ണം. വില കൂടിയ മരുന്നുകളൊന്നും തന്നെ ആശുപത്രി ഫാർമസിയിൽ നിന്ന് കിട്ടാറില്ല. മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലാത്തതാണോ അതോ പുറത്തുനിന്ന് വാങ്ങിയാൽ മതിയെന്ന ധാർഷ്ട്യമാണോ ജീവനക്കാർക്കെന്നറിയില്ല. ആശുപത്രി ഫാർമസിയിൽ ഇല്ലാത്ത മരുന്നുകൾ വിലക്കുറവിൽ വാങ്ങാനായി കാരുണ്യ മെഡിക്കൽസ്.
എന്നാൽ അവിടെയും മരുന്നുകൾ ആവശ്യത്തിന് ലഭ്യമല്ലാത്തതിനാൽ കാരുണ്യയുടെയും വാതിലുകൾ ശൂന്യം. ദൂരത്ത് നിന്ന് വരെ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ ചികിത്സയ്ക്കെത്തുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ മരുന്നുകൾ പോലും ലഭ്യമാകുന്നില്ല. ആശുപത്രിയിൽ മരുന്നുകളില്ലാത്തതിനാൽ പുറത്തുനിന്ന് വൻ വില കൊടുത്ത് മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് നിർധരരായ രോഗികൾ. പരാതികൾ പലയിടത്ത് പറഞ്ഞിട്ടും ഇതിന് പരിഹാരമില്ലെന്നാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പറയാനുള്ളത്. 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് കുറിച്ച് തന്നാൽ ഒരാഴ്ചത്തേക്ക് പോലും ഒരു മരുന്ന് പോലും കിട്ടുന്നില്ല. 2 മരുന്ന് കുറിച്ച് തന്നാൽ അല്ല 3 മരുന്ന് കുറിച്ച് തന്നാൽ ഒരാഴ്ചത്തേക്ക് പോലും കഷ്ടിച്ച് കഴിക്കാനുള്ളതേ കിട്ടുന്നുള്ളൂ. അല്ല അത് ഇനി വേറെ പുറത്തെവിടെ എത്രയൊക്കെ കടയിൽ നടന്നാലാ അത് ഒപ്പിച്ച് കിട്ടുന്നത്. അപ്പം അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പോയെടുത്ത് മേടിച്ചെടുത്ത് എല്ല് അവിടെ നിന്ന് കിട്ടും, ഇവിടെ കിട്ടത്തില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട്. അധികൃതരും ഈ ചീട്ടും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഈ മരുന്നൊന്നും ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ അന്നേരം നമ്മൾ പുറത്തോട്ട് ഓടിപ്പോയി വാങ്ങിക്കാൻ പോകും. അവിടെ ചെന്നാലും അവിടെ ഈ സാഹചര്യമാണ്, മരുന്ന് കിട്ടുന്നില്ല. ഞങ്ങളാണെങ്കിൽ അങ്ങ് നെടുമുടി ഭാഗത്തുനിന്ന് വന്ന ബോട്ട് കയറി രാവിലെ 9 മണിയായപ്പം വന്നതാണ്. വന്ന് ഡോക്ടറെ കണ്ട് ഇത്ര സമയമായി, വെള്ളം പോലും കുടിക്കാതെ ഇത്ര നേരം കുത്തിയിരുന്ന് വന്ന് മരുന്നിന് വന്നിട്ട് മരുന്നും കിട്ടിയോ അതും ഇല്ല. ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇപ്പോൾ എത്രയാ 298ാമത്തെ നമ്പരാണ്. ഇനിയും 200ഓളം ആൾ ഇനിയും നിൽക്കുന്നു. ഈ ആളുകൾക്കൊക്കെ മരുന്ന് വാങ്ങണമല്ലോ. അത് വാങ്ങാനായിട്ട് ഈ കമ്മ്യൂണിറ്റി ഹാളിലും ഇല്ല, നമ്മുടെ മെഡിസിൻ OPയിലും ഇല്ല. നിത്യമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പല ചീട്ടുകളും കയ്യിലിരിപ്പുണ്ട്. വരുമ്പോഴല്ല ഇത് തന്നെ. പിന്നെ നമ്മൾ ആരുടെയിലെങ്കിലും കൊടുത്തു വിട്ടാൽ ഈ ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയെങ്കിലായല്ലേ ആ മരുന്ന് കഴിക്കാൻ പറ്റത്തുമില്ല. ഫാർമസി മരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് നാളായിട്ട് എൻ്റെ ഭാര്യയെ ഇവിടുത്തെ കിഡ്നി സംബന്ധമായ രോഗം ഇവിടെ ചികിത്സിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗം മരുന്ന് നമ്മൾ വെളിയിൽ നിന്നാണ് മേടിക്കും. അതൊരു സത്യമാണ്. കാരണം ഇവിടെ മരുന്ന് ഒരുപാട് മരുന്നുകളിപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് 10 കൂട്ടം മരുന്ന് കൂടി. ആ 10ൽ ചിലപ്പം 1 കൂട്ടം ഗുളിക അല്ല 2 കൂട്ടം ഗുളികയൊക്കെ കാണത്തുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ ഇവിടുന്ന് പുറത്തുനിന്നാണ് മേടിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്നത് ഈ ജനൌഷധിയുടെ മരുന്നാണ് മേടിക്കുന്നത്. രോഗികൾ ഒരുപാട് രോഗികളുണ്ട്. പല സ്ഥലത്തുനിന്നും വരുന്ന രോഗികളാണ്. അവർക്കൊക്കെ യഥാസമയങ്ങളിൽ മരുന്ന് കിട്ടുന്നില്ല, ശുശ്രൂഷ പോരാ എന്നുള്ള പരാതികളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രവർത്തനമൊന്നും മുഴുവനൊന്നും കണ്ടീഷനല്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, ഡോക്ടർമാർ വരണ്ടേ, വന്ന് അതെല്ലാം അവർ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇണക്കി വെച്ചിട്ട് വേണ്ടേ. അപ്പോൾ 1 2 പേരോ അല്ലല്ലോ, നമ്മൾ പറയുമ്പോൾ എല്ലാം സത്യമായിട്ട് പറയണ്ടേ. അപ്പോൾ അവർ വരുമ്പം അതിൻ്റെ ഒരു 10-11 മണിയൊക്കെ ആവും ചിലപ്പം. പിന്നെ മെയിൻ ഡോക്ടർമാരൊക്കെ വല്ല വേറെ കേസ് കെട്ടുകാരൊക്കെ പോയിച്ചൊക്കെ വരുമ്പം താമസം വരും. മരുന്ന് എല്ലാ മരുന്നൊന്നും ഇല്ല, കുറച്ച് മരുന്നൊക്കെ ഉള്ളു. എല്ലാം ഒന്നും കിട്ടുന്നില്ല, മിക്കതും വെളിയിൽ നിന്നാണ്. ഈ കൈക്ക് ഇതിട്ടിട്ടും അതിൻ്റെ ഗുളികയൊക്കെ ഞങ്ങൾക്ക് വെളിയിൽ നിന്നായിരുന്നു മേടിക്കേണ്ടി വരുന്നത്. അവിടെ നിന്നൊന്നും ഇല്ല. അവിടെ എല്ലാവരും കൂടെ തിങ്ങുന്നൊരു ഭയങ്കര ബഹളമാണ്. സമയം 11 മണിയായാലും OP വിഭാഗങ്ങളിലേക്ക് ഡ്യൂട്ടി ഡോക്ടർമാർ എത്തുന്നില്ല. ഇടയ്ക്കിടെ പണിമുടക്കുന്ന CT സ്കാൻ മെഷീൻ, പ്രവർത്തനം ഏത് സമയവും നിലയ്ക്കുമെന്ന തരത്തിലുള്ള ലിഫ്റ്റിനെ പറ്റിയും ചിലർ പറയുന്നു. പുറത്തെ സ്വകാര്യ ലാബുകളിൽ മാത്രം ചെയ്യാവുന്ന പരിശോധനയെപ്പറ്റിയും അതിൻ്റെ ഭാരിച്ച തുകയെപ്പറ്റിയും മറ്റു ചിലർ വ്യാകുലപ്പെടുന്നു. ഇങ്ങനെ നീളുന്ന കെടുകാര്യസ്ഥതയ്ക്ക് പുറമെ ചികിത്സാ പിഴവിൻ്റെയും വാർത്തകൾ ഇവിടെ നിരവധിയാണ്. കഴിഞ്ഞ 1.25 വർഷത്തിനിടെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ 3 യുവതികളുടെ ജീവൻ നഷ്ടമായി. ഇത്രയേറെ ശോചനീയാവസ്ഥ ഈ മെഡിക്കൽ കോളേജിലുണ്ടെങ്കിലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. റോഡിന്റെ ദയനീയതയെപ്പറ്റി ആംബുലൻസ് ജീവനക്കാർക്കും പറയാൻ അനവധിയാണ്. പക്ഷേ ജോലി നഷ്ടമാകുമെന്ന ഭയത്താൽ ആരും ഒന്നും തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഈ ആശുപത്രിയെപ്പറ്റി നല്ലതൊന്നും പറയാൻ നാട്ടുകാർക്കില്ല. എന്നെങ്കിലും ഇതൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന പ്രതീക്ഷയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്ന എല്ലാവരും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ചാൽ മനസ്സിലാകും ഇവിടുത്തെ ദയനീയാവസ്ഥ. ഒരു സമയം കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ന് നിരുത്തരവാദിത്തത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പേരുകൂടിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്.
ക്യാമറമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.